വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ റൗട്ടറിൻ്റെ കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും രണ്ട് റൗട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുമാണ് ചെയ്തത്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് 3 റൗട്ടേഴ്സ് വെച്ചിട്ട് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഫിഗറിൽ നോക്കി 3 ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളുണ്ട്. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ ഓരോ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കുകൾ നിങ്ങൾ നോക്കിയാൽ ഓരോ റൗട്ടറുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുകയാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആദ്യത്തെ നെറ്റ്വർക്ക് നോക്കി, അത് 1.0 നെറ്റ്വർക്കാണ് നമുക്ക് പറയാം. അതായത് ആ നെറ്റ്വർക്കിലുള്ള 2 PC-കളിൽ ഒന്നാമത്തെ PC 1.2 എന്ന് പറയുന്ന IP-യും രണ്ടാമത്തത് 1.3 എന്ന് പറയുന്ന IP-യുമായിരിക്കും കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നെറ്റ്വർക്ക് അതേപോലെ തന്നെ 2.0 നെറ്റ്വർക്കും മൂന്നാമത്തെ നെറ്റ്വർക്ക് 3.0 നെറ്റ്വർക്കും ആയിരിക്കും. അപ്പോൾ ആ റേഞ്ചിലുള്ള IP-കളായിരിക്കും ആ കമ്പ്യൂട്ടറുകൾക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആ ഓരോ നെറ്റ്വർക്കും കൊണ്ടുവന്ന് റൗട്ടറിൽ കൊടുത്തിരിക്കുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് ഗേറ്റ് വേ എന്നാണ്. അപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്ക് 1.0 നെറ്റ്വർക്ക് ആയതുകൊണ്ട് ആ ഗേറ്റ് വേയിൽ നമ്മൾ കൊടുക്കുന്ന IP 1.1 എന്നായിരിക്കും. രണ്ടാമത്തെ നെറ്റ്വർക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഗേറ്റ് വേയിൽ നമ്മൾ കൊടുക്കുന്ന IP 2.1 എന്നായിരിക്കും. മൂന്നാമത്തെ ഗേറ്റ് വേയിൽ നമ്മൾ കൊടുക്കുന്ന IP 3.1 എന്നായിരിക്കും. ഇനി ആ 3 റൗട്ടറുകളെയും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് 2 സീരിയൽ DCE കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ റൗട്ടറിനെ രണ്ടാമത്തെ റൗട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്ന സീരിയൽ DCE കേബിളിൻ്റെ ഒരു എൻഡിൽ നമ്മൾ 4.1 എന്ന് പറയുന്ന IP-യും രണ്ടാമത്തെ എൻഡിൽ 4.2 എന്ന് പറയുന്ന IP-യും കൊടുക്കും. രണ്ടാമത്തെ റൗട്ടറിനെ മൂന്നാമത്തെ റൗട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്ന സീരിയൽ DCE കേബിളിൻ്റെ ഒരെൻഡിൽ നമ്മൾ 5.1 എന്ന് പറയുന്ന IP-യും മറ്റിടത്ത് 5.2 എന്ന് പറയുന്ന IP-യും കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഇതിൽ ഈ സീരിയൽ DCE കേബിളുകളെയും ഓരോ നെറ്റ്വർക്കുകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റൗട്ടറിന് ഡയറക്റ്റായിട്ട് അറിയാവുന്ന 2 നെറ്റ്വർക്കുകളുണ്ട്. ഏതൊക്കെയാണ്? 1.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും 4.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും. അതായത് സീരിയൽ DCE കേബിൾ, ഇത് രണ്ടും ഡയറക്റ്റായിട്ട് അറിയാം. മറ്റേ 2.0 നെറ്റ്വർക്കോ 3.0 നെറ്റ്വർക്കോ 5.0 നെറ്റ്വർക്കോ അതിന് ഡയറക്റ്റായിട്ട് അറിയത്തില്ല. രണ്ടാമത്തെ റൗട്ടറിന് ഏതൊക്കെ നെറ്റ്വർക്കുകളെ ഡയറക്റ്റായിട്ട് അറിയാം? 2.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും 3.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും 4.0യും 5.0യും 2.0യും അതിനറിയാം. ഏതൊക്കെ അറിയത്തില്ല? 1.0യും അറിയില്ല, 3.0യും അറിയില്ല. അതേപോലെ മൂന്നാമത്തെ റൗട്ടറിന് 3.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും 5.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും അറിയാം. ആദ്യത്തെ നെറ്റ്വർക്കായ 1.0 അറിയത്തില്ല, 2.0 അറിയത്തില്ല, 3.0 നെറ്റ്വർക്കും അറിയത്തില്ല. അതായത് 192.168.1.2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന IP ഉള്ള കമ്പ്യൂട്ടറുള്ള നെറ്റ്വർക്ക് അറിയത്തില്ല, 2.0യിലുള്ളത് അറിയത്തില്ല, 4.0യിലുള്ളത് അറിയത്തില്ല. ഡയറക്റ്റായിട്ട് അറിയാവുന്നുള്ളത് 5.0 നെറ്റ്വർക്കും 3.0 നെറ്റ്വർക്കുകളുമാണ്. അപ്പം നമ്മൾ ഈ അറിഞ്ഞുകൂടാത്ത നെറ്റ്വർക്കുകളെ അതിന് മനസ്സിലാക്കി കൊടുക്കാനാണ് റൗട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റൗട്ടിംഗ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 3 റൗട്ടർ വെച്ചുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിവൈസസ് ആദ്യം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. നമുക്ക് 3 റൗട്ടേഴ്സ് വേണം. അപ്പോൾ നമ്മൾ 3 റൗട്ടറുകൾ എടുത്തുകൊണ്ട് വന്ന് ആദ്യം പ്ലേസ് ചെയ്യും. അപ്പോൾ 3 റൗട്ടർ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്വിച്ചസ് ആണ്. അപ്പോൾ ആദ്യത്തെ റൗട്ടറിൻ്റെ ഡിവൈസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് എടുത്തുകൊണ്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ ഡിവൈസിന് ഒരു സ്വിച്ച്, മൂന്നാമത്തെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് അടുത്ത സ്വിച്ച്. അപ്പോൾ 3 സ്വിച്ചും നമ്മൾ എടുത്തുകൊണ്ട് വന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? എൻഡ് ഡിവൈസസ് വേണം. അപ്പോൾ ആദ്യത്തെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് വയ്ക്കുന്നു. മൂന്നാമത്തെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ 3 എൻഡ് ഡിവൈസസ് കൊണ്ട് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവ എന്ത് ചെയ്യണം? തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മളിതിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കേബിൾസ് എടുക്കും.
എന്നിട്ട് ആദ്യം നമുക്ക് ഈ പി സികളെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ പി സിയുടെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 പോർട്ടിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/1 ഞാനൊരു കേബിൾ കണക്ട് ചെയ്തു. വീണ്ടും രണ്ടാമത്തെ ആ നെറ്റ്വർക്കിലെ രണ്ടാമത്തെ പി സിയുടെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ 0/2 കണക്ട് ചെയ്തു. അതേപോലെ രണ്ടാമത്തെ നെറ്റ്വർക്കിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ 0/1 കണക്ട് ചെയ്തു. അതേപോലെ ആ നെറ്റ്വർക്കിലെ രണ്ടാമത്തെ പി സിയുടെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ 0/2 കണക്ട് ചെയ്തു. ഇനി വീണ്ടും മൂന്നാമത്തെ നെറ്റ്വർക്കിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടിൽ നിന്ന് ആ സ്വിച്ചിൻ്റെ 0/1 കണക്ട് ചെയ്തു. ആ നെറ്റ്വർക്കിലെ രണ്ടാമത്തെ പി സി ആ സ്വിച്ചിൻ്റെ 0/2 കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ പി സികളെയും അതാത് നെറ്റ്വർക്കിൻ്റെ സ്വിച്ചുകളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്വിച്ചുകളെ നമ്മുടെ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഗേറ്റ് വേ പോയിൻ്റ് എന്ന് പറയുന്ന ആ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും കോപ്പർ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ സെലക്ട് ചെയ്യും. നമ്മുടെ സ്വിച്ചിൻ്റെ 0/3 നിന്ന് നമ്മുടെ റൗട്ടറിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 കണക്ട് ചെയ്തു. വീണ്ടും രണ്ടാമത്തെ നെറ്റ്വർക്കിൻ്റെ സ്വിച്ചിൻ്റെ 0/3 നിന്ന് ഞാൻ ആ റൗട്ടറിൻ്റെ 0/0 കണക്ട് ചെയ്തു. വീണ്ടും മൂന്നാമത്തെ നെറ്റ്വർക്കിൻ്റെ സ്വിച്ചിൻ്റെ 0/3 നിന്ന് ആ റൗട്ടറിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 കണക്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 3 റൗട്ടറിലും ഗേറ്റ് വേ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റൗട്ടേഴ്സ് തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത്. റൗട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ സീരിയൽ കേബിൾ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? സീരിയൽ ഈ കേബിൾ സീരിയൽ DCE കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഈ സീരിയൽ DCE കേബിൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ റൗട്ടറിൽ എന്തില്ല? ഇപ്പോൾ സീരിയൽ പോർട്ട് ഇല്ല. അപ്പോൾ നമ്മൾ സീരിയൽ പോർട്ട് കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ റൗട്ടർ ഓൺ ചെയ്തുകൊണ്ട് നമുക്കൊരു കാർഡ് പ്ലഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ റൗട്ടറിനെ ഒന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ സീരിയൽ ഇൻ്റർഫേസ് കാർഡ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ലോട്ടിലോട്ട് പ്ലഗ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതങ്ങ് ഓൺ ചെയ്യും. അപ്പോൾ അതേപോലെ നമ്മുടെ രണ്ടാമത്തെ റൗട്ടറിലും നമുക്ക് എന്ത് വേണം? ഈ സീരിയൽ കാർഡ് പ്ലഗ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ റൗട്ടർ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സീരിയൽ ഇൻ്റർഫേസ് കാർഡ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്തോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് അത് വീണ്ടും ഓൺ ചെയ്യും. മൂന്നാമത്തെ റൗട്ടറിലും അത് വേണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ റൗട്ടർ സെലക്ട് ചെയ്യും, ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സീരിയൽ ഇൻ്റർഫേസ് കാർഡ് സെലക്ട് ചെയ്തുകൊണ്ട് വന്ന് വയ്ക്കും, ഓൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ 3 റൗട്ടറിലും എന്തായി? സീരിയൽ ഇൻ്റർഫേസ് കാർഡുകൾ നമ്മൾ കൊണ്ടുവന്ന് പ്ലഗ് ചെയ്തു. ഇനി നമുക്ക് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ആദ്യം സീരിയൽ DCE കേബിൾ സെലക്ട് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ റൗട്ടറിൻ്റെ സീരിയൽ 0/1/0 നിന്ന് രണ്ടാമത്തെ റൗട്ടറിൻ്റെ സീരിയൽ 0/1/0. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ആദ്യത്തെ 2 റൗട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്തത് സീരിയൽ 0/1/0 എന്ന് പറയുന്ന പോർട്ടുകൾ വഴിയാണ്. ഇനി ഈ 2 റൗട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും സീരിയൽ DCE കേബിൾ സെലക്ട് ചെയ്യും. രണ്ടാമത്തെ റൗട്ടറിൽ ഇനി ഒഴിഞ്ഞു കിടക്കുന്നത് 0/1/1 ആണ്. ആ പോർട്ടിൽ നിന്ന് മൂന്നാമത്തെ റൗട്ടറിൻ്റെ സീരിയൽ 0/1/0 കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ കണക്ഷനുകളെല്ലാമായി. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ റെഡ് കളറിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? ഇതൊന്നും അപ്പായിട്ടില്ല. നമ്മളിനി എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുള്ള IP അഡ്രസ്സുകളെല്ലാം കൊടുത്തോ ഇതിനെ എന്ത് ചെയ്യിക്കണം? അപ്പ് ചെയ്യിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് PCകളിൽ നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ PC എടുക്കുക, അതിൻ്റെ ഡെസ്ക്ടോപ്പ് IP കോൺഫിഗറേഷൻ എടുക്കുക. അത് 1.0 നെറ്റ്വർക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്ത് IP കൊടുക്കും? 192.168.1.2 എന്ന് പറയുന്ന IP കൊടുക്കും. 1.1 നമ്മൾ ഗേറ്റ് വേ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ആദ്യത്തെ PCക്ക് നമ്മൾ 1.2 എന്ന് പറയുന്ന IP സെറ്റ് ചെയ്തു. സബ്നെറ്റ് മാസ്ക് എടുക്കുക, ഗേറ്റ് വേ നമ്മൾ കൊടുക്കണം അല്ലേ? റൗട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗേറ്റ് വേ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 192.168.1.1 അതിൻ്റെ ഗേറ്റ് വേ. അപ്പോൾ ആദ്യത്തെ നമ്മൾ IP കൊടുത്തു.
രണ്ടാമത്തെ പി സി സെലക്ട് ചെയ്യുക, അതിനും IP കൊടുക്കണം. അവിടെ എത്ര IP കൊടുക്കും? 192.168.1.3. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. ഗേറ്റ് വേ എത്ര കൊടുക്കും? 192.168.1.1. അപ്പോൾ ആദ്യത്തെ നെറ്റ്വർക്കിലെ 2 PC-ക്ക് നമ്മൾ IP സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നെറ്റ്വർക്കിൻ്റെ PC-ക്ക് IP സെറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ നെറ്റ്വർക്ക് എടുക്കുക, ഡെസ്ക് ടോപ്പ്, IP കോൺഫിഗറേഷൻ, IP അഡ്രസ്സ് കൊടുക്കുക. 192.168.2.2 കൊടുക്കും അല്ലേ? 2.1 ഗേറ്റ് വേ ആണ്. അപ്പോൾ ഗേറ്റ് വേ എന്ത് ചെയ്യും? 192.168.2.1. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കും. ഇനി അതിൻ്റെ രണ്ടാമത്തെ PC-ക്ക് കൊടുക്കണം. ഡെസ്ക്ടോപ്പ് എടുക്കുക, IP കോൺഫിഗറേഷൻ എടുക്കുക, സ്റ്റാറ്റിക് IP 192.168.2.3. അതിൻ്റെ ഗേറ്റ് വേ എന്താ? 192.168.2.1. ഇനി മൂന്നാമത്തെ നെറ്റ്വർക്കിൻ്റെ PC സെലക്ട് ചെയ്യുക, അതിൻ്റെ ഡെസ്ക്ടോപ്പ് എടുക്കുക, IP കോൺഫിഗറേഷൻ എടുക്കുക. നമ്മൾ സ്റ്റാറ്റിക് IP ആണ് കൊടുക്കുന്നത്. IP അഡ്രസ് 192.168.3.2. അതിൻ്റെ ഗേറ്റ് വേ എത്രയെന്ന് കൊടുക്കും? 192.168.3.1. ഇനി അതിൻ്റെ രണ്ടാമത്തെ PC-യിൽ ഇത് കൊടുക്കണ്ടേ? ഡെസ്ക്ടോപ്പ് എടുക്കുക, IP കോൺഫിഗറേഷൻ 192.168.3.3. അതിൻ്റെയും ഗേറ്റ് വേ എത്രയാണ്? 192.168.3.1. അപ്പോൾ നമ്മളിവിടെ 3 നെറ്റ്വർക്കിൻ്റെയും PC-കൾക്ക് IP കൊടുത്തു കഴിഞ്ഞു. ഇത് 2.2-ഉം 1.2-ഉം 1.3-യും, ഇത് 2.2-ഉം 2.3-യും, ഇത് 3.2-ഉം 3.3-യും. ഇതിൻ്റെ എല്ലാം ഗേറ്റ് വേ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ജോലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റൗട്ടറിൽ ഇത് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ട് ഏത് പോർട്ടാ? FA0/0-യിലും ഇതിൻ്റെ റൗട്ടറിലും FA0/0-യിൽ, ഈ റൗട്ടറിലും FA0/0-യിൽ അല്ലേ? അപ്പോൾ ആ ഓരോ റൗട്ടറിൻ്റെയും FA0/0-യിലോട്ട് നമ്മൾ അതാത് ഗേറ്റ് വേ IP സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ നമ്മൾ ഈ റൗട്ടർ സെലക്ട് ചെയ്യും, അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുക്കും. നമ്മൾ നേരെ നമ്മുടെ റൗട്ടറിൻ്റെ യൂസർ മോഡിലെത്തി. ഇനി അവിടെ നമ്മൾ പ്രിവിലേജ്ഡ് മോഡിൽ പോകണം. അപ്പോൾ ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. നമ്മൾ പ്രിവിലേജ് മോഡിൽ കയറും. അവിടെ നിന്ന് കോൺഫിഗറേഷൻ മോഡിൽ കയറണം അല്ലേ? അപ്പോൾ കോൺഫിഗ് T കൊടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കോൺഫിഗറേഷൻ മോഡിലെത്തി. ഇനി നമുക്ക് ആ പർട്ടിക്കുലർ ഇൻ്റർഫേസിനകത്ത് കയറണം. അപ്പം ഇൻ്റർഫേസ് FA0/0. അപ്പോൾ ആ ഇൻ്റർഫേസിനകത്ത് കയറി. ഇവിടെയാണ് നമ്മൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ IP അഡ്രസ് ഏത് IP അഡ്രസ്സാണ് സെറ്റ് ചെയ്യേണ്ടത്? 192.168.1.1 ഗേറ്റ് വേ അല്ലേ? ഇനി അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കണം. ഒരു സ്പേസ് കൊടുക്കുക. 255.255.255.0. അപ്പോൾ നമ്മൾ ആദ്യത്തെ IP അഡ്രസ്സ് കൊടുത്താൽ മാത്രം പോരല്ലോ, ഇൻ്റർഫേസിനെ അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് അപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാ ഇവിടെ കണ്ടോ, ഇതിപ്പോൾ ഗ്രീനായി. ഇതും കൂടെ ഗ്രീൻ ആവും. ഇപ്പോൾ അതിനൊരു ശകലം സമയമെടുക്കും. ഇപ്പോൾ അത് ഓറഞ്ച് കളറിലേക്ക് മാറി, ഇനി അത് ഗ്രീനായി മാറും. അതേപോലെ രണ്ടാമത്തെ റൗട്ടറിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗേറ്റ് വേ സെറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ റൗട്ടർ എടുക്കുന്നു. അതേപോലെ അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുക്കുന്നു. ആ റൗട്ടർ അതിൻ്റെ യൂസർ മോഡിലേക്ക് എത്തി. ഇപ്പോൾ പ്രിവിലേജ് മോഡിലോട്ട് കയറണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. ഇനി കോൺഫിഗറേഷൻ മോഡിൽ കയറണം. അപ്പോൾ കോൺഫിഗ് T എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ മോഡിലെത്തി. ഇനി ആ ഇൻ്റർഫേസ് എടുക്കണം. അപ്പോൾ INT FA0/0. അപ്പോൾ ആ ഇൻ്റർഫേസ് ഓപ്പണായി. ഇനി അവിടെ IP അഡ്രസ്സ് കൊടുക്കണം. IP അഡ്രസ് അവിടെ ഏതാ കൊടുക്കുന്നത്? 192.168.2.1. ഒരു സ്പേസ് കൊടുക്കുക. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. 255.255.255.0. ഇനി എന്ത് ചെയ്യണം?
ആ ഇൻ്റർഫേസിനെ അപ്പ് ചെയ്യണം. അപ്പം നോ ഷട്ട് ഡൗൺ. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് എന്ത് ചെയ്യും? അപ്പ് ചെയ്യും. ഇതവിടെ നോക്കി, ആദ്യത്തേത് ഇപ്പോൾ ഫുള്ളായിട്ട് അപ്പായി കഴിഞ്ഞു കണ്ടോ. അപ്പോൾ രണ്ടാമത്തതും അപ്പാവാൻ തുടങ്ങി. ഇനി നമ്മൾ അതേപോലെ മൂന്നാമത്തെ റൗട്ടറിൽ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എടുക്കുന്നു, അത് നേരെ അതിൻ്റെ യൂസർ മോഡിലോട്ട് പോവും. അപ്പോൾ എന്ത് ചെയ്യും? ഇനി അതിൻ്റെ പ്രിവിലേജ് മോഡിലോട്ട് പോകണം. പ്രിവിലേജ് മോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ ഇനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് നമ്മളതിനകത്ത് പ്രിവിലേജ് മോഡിൽ കയറും. എന്നിട്ട് കോൺഫിഗറേഷൻ മോഡിൽ പോകും. അപ്പോൾ കോൺഫിഗ് ടി എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ മോഡിൽ പോയി എന്നിട്ട് ആദ്യത്തെ ഇൻ്റർഫേസിലേക്ക് കയറും, FA0/0. അപ്പോൾ ആ ഇൻ്റർഫേസിനകത്തായി. ഇനി അതിനകത്ത് നമ്മൾ അതിൻ്റെ ഗേറ്റ് വേ സെറ്റ് ചെയ്യുക. IP അഡ്രസ് ഏതാ അതിൻ്റെ ഗേറ്റ് വേ? IP 192.168.3.1. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255.255.0. അപ്പോൾ അത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നോ ഷട്ട് ഡൗൺ കൊടുക്കും. അപ്പോൾ ആ ഇൻ്റർഫേസും എന്ത് ചെയ്ത് കഴിഞ്ഞു? അപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതവിടെ നോക്കി, നമ്മൾ നമ്മുടെ റൗട്ടർ സ്വിച്ചിൽ നിന്ന് റൗട്ടർ വരെയുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റാക്കി വെച്ചു. ഇപ്പോൾ നമ്മൾ ഈ PC-യിൽ നിന്ന് ഗേറ്റ് വേ പിങ് ചെയ്ത് നോക്കിയാൽ നമുക്കത് പിങ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ നോക്കിയത് അവിടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു, അവിടുത്തെ IP ഏതായിരുന്നു? 192.168.1.1 കണ്ടോ, റിപ്ലൈ വരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഈ PC മുതൽ റൗട്ടർ, അതായത് ഗേറ്റ് വേ വരെയുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയി കഴിഞ്ഞു. അങ്ങനെ 3 നെറ്റ്വർക്കുകളും അതാത് റൗട്ടറുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൗട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ നെറ്റ്വർക്കിൽ നിന്ന് ബാക്കിയുള്ള നെറ്റ്വർക്കുകളിലേക്ക് പോകാനുള്ള പാത്ത്, റൗട്ട് ചെയ്യാനുള്ള പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ റൗട്ടർ സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ പോർട്ട്, അതായത് ഈ പോർട്ടും ഈ പോർട്ടുമാണ് IP അഡ്രസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് SC0/1/0യും ഇതും SC0/1/0 ആണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഈ റൗട്ടർ സെലക്ട് ചെയ്യും. ഇപ്പോൾ റൗട്ടർ നേരത്തെ നമ്മൾ കയറിയ ഇൻ്റർഫേസിനകത്താണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനകത്തുനിന്ന് പുറത്തിറങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മുടെ കോൺഫിഗറേഷൻ മോഡിൽ തിരിച്ചെത്തും. ഇനി നമ്മൾ സീരിയൽ ഇൻ്റർഫേസിനകത്തോട്ട് കയറണം. അപ്പോൾ ഇൻ്റർഫേസ് SE0/1/0. അപ്പോൾ ആ ഇൻ്റർഫേസിനകത്ത് കയറി. അവിടെയല്ലേ ഇനി IP സെറ്റ് ചെയ്യേണ്ടത്? അവിടെ സെറ്റ് ചെയ്യേണ്ട IP ഏതാ? 4.1 ആണല്ലേ. അപ്പോൾ നമ്മൾ IP അഡ്രസ് 192.168.4.1 സ്പേസ് സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഇനി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു, നമ്മൾ റൗട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സീരിയൽ DC കേബിൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ക്ലോക്ക് റേറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഇപ്പോൾ ക്ലോക്ക് റേറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ക്ലോക്ക് റേറ്റും കൂടെ നമ്മൾ കൊടുക്കണം. ക്ലോക്ക് റേറ്റ് എത്രയാണ് നമ്മൾ കൊടുത്തിരുന്നത്? 64,000 അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇൻ്റർഫേസിനെ അപ്പ് ചെയ്യണം. അപ്പം നോ ഷട്ട് ഡൗൺ. നോ ഷട്ട് ഡൗൺ. അപ്പോൾ ആ ഇൻ്റർഫേസ് ഇനി മറ്റേ എൻഡും കൂടി നമ്മൾ അപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് എൻഡും ഒരുമിച്ച് അപ്പാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊടുത്തു. ഇനി മറ്റേ എൻഡിലേക്ക് പോകണം. ഈ റൗട്ടറിൻ്റെ ഏത് പോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ 0/1/0യിൽ. അപ്പോൾ ആ റൗട്ടർ എടുക്കുക. ആ റൗട്ടറിന് നേരത്തെ നമ്മുടെ ഫാസ്റ്റ് ഇഥർനെറ്റ് ഇൻ്റർഫേസിനകത്ത് കയറി നിൽക്കുകയാണ്, കാണാമല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് ആദ്യം പുറത്തിറങ്ങണം. അപ്പോൾ അതിനുവേണ്ടി എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. ഇനി നമ്മുടെ ഇൻ്റർഫേസിനകത്തേക്ക് കയറുക. അതേതാ? SE0/1/0. ആ ഇൻ്റർഫേസിനകത്ത് കയറി അവിടെ IP കൊടുക്കണം. IP അഡ്രസ് ഏതാ IP കൊടുക്കേണ്ടത്? 192.168.4.2 എന്ന് പറയുന്ന IP. സ്പേസ് കൊടുക്കുക. 255.255.255.0.
അവിടെ നമ്മൾ ക്ലോക്ക് റേറ്റ് സെറ്റ് ചെയ്യണോ? വേണ്ട. ഒരെൻഡിൽ മാത്രമേ നമ്മൾ ക്ലോക്ക് റേറ്റ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ആ ഇൻ്റർഫേസിനെ അങ്ങ് അപ്പ് ചെയ്താൽ മതി. നോ ഷട്ട് ഡൗൺ. അപ്പോൾ നമ്മൾ ഇൻ്റർഫേസ് ഇപ്പോൾ അപ്പാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കി കണ്ടോ, ഇവിടെ രണ്ടും ഗ്രീൻ ആയില്ലേ? അപ്പോൾ ഈ ഇൻ്റർഫേസും എന്ത് ചെയ്തു തുടങ്ങി? അപ്പായി തുടങ്ങി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ രണ്ട് റൗട്ടറുകൾ തമ്മിലും കൂടെ ഇതേപോലെ അപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ റൗട്ടറിൻ്റെ ഈ പോർട്ട് എന്ന് പറയുന്നത് 0/1/0 അല്ല. പിന്നെയോ, നിങ്ങൾ നോക്കിയാൽ അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 0/1/1 ആണ് അല്ലേ? ഈ റൗട്ടറിൻ്റെ 0/1/0 തന്നെയാണ്. അപ്പോൾ ഈ റൗട്ടറിൻ്റെ നമ്മൾ ഏത് പോർട്ടിലാണ് ഇനി IP കോൺഫിഗർ ചെയ്യേണ്ടത്? ഇപ്പം നിൽക്കുന്ന ഏത് പോർട്ടാ? ഇപ്പോൾ ഒരു ഇൻ്റർഫേസിനകത്ത് കയറി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ആ ഇൻ്റർഫേസിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി നമുക്ക് IP കോൺഫിഗർ ചെയ്യേണ്ട ഇൻ്റർഫേസിനകത്തോട്ട് കയറണം. ഇൻ്റർഫേസ് 0/1/1 ആ ഇൻ്റർഫേസിനകത്ത് കയറി. ഇൻ്റർഫേസ് SC 0/1/1 ആ ഇൻ്റർഫേസിനകത്ത് കയറി കേട്ടല്ലോ. അപ്പോൾ ആ ഇൻ്റർഫേസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇനി അവിടെ IP സെറ്റ് ചെയ്യണം. IP അഡ്രസ് അവിടുത്തെ IP ഏതാ? 192.168.5.1 സ്പേസ് കൊടുക്കുക, സബ്നെറ്റ് മാസ്ക് കൊടുക്കുക 255.255.255.0. ഇനി എന്ത് ചെയ്യണം? ആ രണ്ട് ഒരെൻഡിൽ ക്ലോക്ക് റേറ്റ് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ക്ലോക്ക് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. ക്ലോക്ക് റേറ്റ് ഇനി എന്ത് ചെയ്യണം? അപ്പ് ചെയ്യണം. അപ്പം നോ ഷട്ട് ഡൗൺ. അപ്പോൾ നമ്മളിനി മറ്റേ എൻഡിലേക്ക് പോകണം. റൗട്ടറിൻ്റെ ഈ റൗട്ടറിൻ്റെ എൻഡിലേക്ക് പോകണം. അവിടെ ഏത് പോർട്ടാ? 0/1/0. അപ്പോൾ ആ റൗട്ടർ എടുക്കുക, ഇപ്പം നിൽക്കുന്ന ഇൻ്റർഫേസിൽ നിന്ന് പുറത്തിറങ്ങുക. എന്നിട്ട് നമുക്ക് വേണ്ട ഇൻ്റർഫേസ് എടുക്കുക. ഇൻ്റർഫേസ് ഏതായിരുന്നു? SC 0/1/0. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർഫേസ് നമ്പർ കറക്റ്റായിട്ട് ഓർത്ത് നോക്കണം. അതിൻ്റെ ആ റൗട്ടറിൻ്റെ മുകളിലേക്ക് ആ കേബിളിൻ്റെ എൻഡിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇൻ്റർഫേസ് നമ്പർ കാണിക്കും. അപ്പോൾ ആ ഇൻ്റർഫേസ് തന്നെ എടുക്കുക. എന്നിട്ട് അവിടെ IP സെറ്റ് ചെയ്യുക. IP അഡ്രസ് 192.168. അവിടുത്തെ IP ഏതാ? 5.2 അല്ലേ? സബ്നെറ്റ് മാസ്ക് കൊടുക്കുക 255.255.255.0. ഇനി എന്ത് ചെയ്യണം? ആ ഇൻ്റർഫേസിനെ അപ്പ് ചെയ്യണം. അപ്പോൾ നോ ഷട്ട് ഡൗൺ. അവിടെ ക്ലോക്ക് റേറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരെൻഡിലേ ക്ലോക്ക് റേറ്റ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പം നോ ഷട്ട് ഡൗൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതും നമുക്ക് അപ്പായി വരുന്നതായിട്ട് കാണാം. കണ്ടോ? അപ്പം നമ്മളിതെല്ലാം അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടി റൂട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഇവിടെ നിന്ന് എവിടം വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നിങ്ങൾ നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞു 1.1 വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് 4.1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് നോക്കാം. അവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 4.1 എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 4.1 എന്ന് പറയുന്നത് ഈ റൗട്ടറിൻ്റെ ഒരു പോർട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ റൗട്ടറിൻ്റെ ഈ പോർട്ട് വരെ കമ്മ്യൂണിക്കേഷൻ വന്നാൽ ഈ പോർട്ടുമായിട്ട് അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സെയിം റൗട്ടർ തന്നെ അതുകൊണ്ടാണ് 4.1 വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ 4.2 ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം എന്താ? അതതിൻ്റെ മറ്റേ എൻഡാണ്. ആ എൻഡിലോട്ട് പോകാൻ നമ്മുടെ ഇപ്പോഴത്തെ റൗട്ടറിന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എവിടം വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ഈ PC ഇവിടം വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ PC ആണെങ്കിലോ ഇവിടം വരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ PC ആണെങ്കിൽ ഇവിടം വരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പോൾ ഓരോ നെറ്റ്വർക്കുകൾക്കും അറിഞ്ഞുകൂടാത്ത നെറ്റ്വർക്കുകളിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. അതാണ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിക് റൗട്ടിംഗ് ചെയ്യണം. അപ്പം നമ്മൾ സ്റ്റാറ്റിക് റൗട്ടിംഗ് ഈ റൗട്ടറിൽ ചെയ്യണം, ഈ റൗട്ടറിൽ ചെയ്യണം, ഈ റൗട്ടറിലും ചെയ്യണം. അപ്പം 3 റൗട്ടറിലും റൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവ തമ്മിൽ എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം അതിനുവേണ്ടി ആദ്യത്തെ റൗട്ടർ എടുക്കും നമ്മൾ. ആദ്യത്തെ റൗട്ടർ എടുക്കുമ്പോൾ ഇപ്പോൾ അതൊരു ഇൻ്റർഫേസിനകത്ത് നിൽക്കുകയാണ്. ആ ഇൻ്റർഫേസിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ആ ഇൻ്റർഫേസിൽ നിന്നും പുറത്തിറങ്ങിയല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ കോൺഫിഗറേഷൻ മോഡിലാണ് നിൽക്കുന്നത്. ആ കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി
പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റൗട്ടറിന് ഇപ്പോൾ ഏതൊക്കെ നെറ്റ്വർക്കുകൾ അറിയാം? ഈ റൗട്ടറിന് ഈ പറഞ്ഞ നെറ്റ്വർക്ക് അറിയാം അല്ലേ? ആദ്യത്തെ നെറ്റ്വർക്ക് 1.0 നെറ്റ്വർക്ക് അതിനറിയാം, 4.0 നെറ്റ്വർക്കും അതിനറിയാം. കാരണം അത് രണ്ടും ആ റൗട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കുകളാണ്. 1.0 നെറ്റ്വർക്കും അറിയാം, 4.0 നെറ്റ്വർക്കും അറിയാം. അതിന് അറിഞ്ഞുകൂടാത്ത നെറ്റ്വർക്കുകൾ ഏതൊക്കെയാണ്? ഈ 5.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് അറിഞ്ഞുകൂടാ, 2.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് അറിഞ്ഞുകൂടാ, 3.0 എന്ന് പറയുന്ന നെറ്റ്വർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് മൂന്നും നമ്മൾ ഇതിലേക്ക് റൗട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് റൗട്ട് ചെയ്ത് കൊടുക്കാം. ഏത് പോർട്ട് വഴിയാണ് ഇത് കയറി പോകുന്നത്? അതാണ്ട് ഈ 4.2 വഴിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൗട്ട് ചെയ്യാൻ പോവുകയാണ്. IP റൗട്ട് ഏതിലേക്കാണ് ആദ്യം റൗട്ട് ചെയ്യേണ്ടത്? 192.168.2.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് അതിന് അറിഞ്ഞുകൂടാ. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255.255.0 സ്പേസ് കൊടുത്തിട്ട് ഏത് പോർട്ട് വഴി? 192.168.4.2 വഴി. അപ്പോൾ 2.0 പോകാനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി IP റൂട്ട് 5.0 പോകാനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കണം. 192.168.5.0 അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255.0 സ്പേസ് 192.168.4.2 അതുവഴി തന്നെയാണല്ലോ അതും പോകുന്നത്. അപ്പോൾ അതും ഇനി നമ്മൾ മൂന്നാമത്തെ നെറ്റ്വർക്കിലേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തെ നെറ്റ്വർക്കിൻ്റെ IP റൂട്ട് ഏത് നെറ്റ്വർക്കിലായിട്ടാണോ പോകേണ്ടത് അതിൻ്റെ ബേസ് അഡ്രസ്സ്. അപ്പോൾ 192.168.3.0 പോകണം. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255.255.0 ഒരു സ്പേസ് കൊടുക്കുക. ഏത് വഴിയാ? 192.168.4.2 വഴി. അപ്പോൾ ആദ്യത്തെ റൗട്ടറിൽ നിന്ന് നമ്മൾ 3 നെറ്റ്വർക്കിലേക്കും പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു തന്നല്ലോ. ഇനി രണ്ടാമത്തെ റൗട്ടറിലേക്ക് വരിക. രണ്ടാമത്തെ റൗട്ടറിന് ഏതൊക്കെ അറിയാം? ഈ നെറ്റ്വർക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം, അതിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഈ 4.0 അറിയാം, 5.0 അറിയാം. അപ്പോൾ 2.0 ഡയറക്റ്റ് ആയിട്ട് അറിയാം, 4.0 ഡയറക്റ്റ് ആയിട്ട് അറിയാം, 5.0 ഡയറക്റ്റ് ആയിട്ട് അറിയാം. അറിഞ്ഞുകൂടാത്തത് ഏതൊക്കെയാണ്? 1.0 അറിയില്ല, 3.0 അറിയില്ല. അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കും പോകാനുള്ള പാത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? 1.0 പോകുന്നത് ഏത് വഴിയാണ്? 4.1 വഴി. 3.0 പോകുന്നത് ഏത് വഴിയാണ്? 5.2 വഴി അല്ലേ? അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ റൗട്ടറിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ റൗട്ടർ എടുക്കുന്നു, അതിപ്പോൾ നിൽക്കുന്ന ഇൻ്റർഫേസിൽ നിന്നും പുറത്തിറങ്ങുന്നു, കോൺഫിഗറേഷൻ മോഡിൽ എത്തണം. ഇനി റൂട്ട് ചെയ്ത് കൊടുക്കും. IP റൗട്ട് ഏതിലേക്ക് ആദ്യം പോകുന്നു? 192.168.1.0 പോകുന്നു. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുന്നു. ഏത് വഴി? 192.168.4.1 വഴി. അപ്പോൾ ആദ്യത്തേത് കൊടുത്തു. ഇനി അതേപോലെ IP റൗട്ട് മൂന്നാമത്തെ നെറ്റ്വർക്ക് 192.168.3.0 പോകുന്നു. 255.255.255.0 ഏത് വഴി? 192.168.5.2 വഴി അല്ലേ? അപ്പോൾ 5.2 വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ റൗട്ടറിൻ്റെ നമ്മൾ പാത്തുകൾ പറഞ്ഞു കൊടുത്തു. ഇനി മൂന്നാമത്തെ റൗട്ടറിൽ വന്നേ. ഈ റൗട്ടറിന് ഏതൊക്കെ അറിയാം? ഈ നെറ്റ്വർക്കും അറിയാം, ഈ നെറ്റ്വർക്കും അറിയാം. ഇത് രണ്ടെണ്ണേ അറിയത്തുള്ളൂ. ഇതറിയത്തില്ല, ഇതറിയത്തില്ല, ഇതറിയത്തില്ല അല്ലേ? അപ്പോൾ ഈ നെറ്റ്വർക്ക് അറിയാൻ പാടില്ല, ഈ നെറ്റ്വർക്ക് അറിയാൻ പാടില്ല, ഇതും അറിയാൻ പാടില്ല. ആകെ അറിയാമെന്നുള്ളത് ഈ 5.0 അറിയാം, 3.0 അറിയാം. അപ്പോൾ 1.0 4.0 2.0 പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം പോകുന്നത് 5.1 വഴിയാണ് അല്ലേ? ഈ പോർട്ട് വഴിയാണ് തന്നല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. അവിടെ നിൽക്കുന്ന ഇൻ്റർഫേസിൽ നിന്നും പുറത്തിറങ്ങുക. എപ്പോഴും കോൺഫിഗറേഷൻ മോഡിൽ നിന്നുകൊണ്ടേ റൗട്ടിംഗ് പറഞ്ഞു കൊടുക്കാവൂ. അപ്പോൾ കോൺഫിഗറേഷൻ മോഡിലെത്തി. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുക IP റൗട്ട്
192.168.1.0 പോവുക. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഏതുവഴിയാണ് പോകേണ്ടത്? 192.168.5.1 വഴി ആദ്യത്തെ റൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റൗട്ട് ചെയ്യുക. IP റൗട്ട് 192.168.2.0 പോവുക. 255.255.255.0 ഏതുവഴി? 192.168.5.1 വഴി. ഇനി IP റൗട്ട് 192.168.4.0 പോവുക. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് 255.255.255.0 ഏതുവഴിയാണ് പോകുന്നത്? 192.168.5.1 വഴി. അപ്പം നമ്മൾ 3 എണ്ണത്തിലും റൗട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെയുള്ള റൗട്ടിങ്ങിൽ എന്താ ചെയ്യുന്നത്? ഓരോ റൗട്ടറിനും ഡയറക്റ്റായിട്ട് അറിയാവുന്ന നെറ്റ്വർക്കുകളും അല്ലാത്ത നെറ്റ്വർക്കുകളും കാണും. അപ്പോൾ ഒരു റൗട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത നെറ്റ്വർക്കുകളിലേക്കെല്ലാം പോകേണ്ട പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ക്ലിയറായോ? അപ്പോൾ ഓരോ റൗട്ടറുകളിലും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കുകളും അത് ഡയറക്റ്റ് അല്ലാത്ത അതിനറിയാത്ത നെറ്റ്വർക്കുകളും കാണും. അതിനറിയാത്ത നെറ്റ്വർക്കുകളിലേക്കുള്ള പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ നെറ്റ്വർക്കിലെ ഒരു PC ഞാൻ എടുക്കുന്നു. നേരത്തെ നമ്മൾ 4.2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയായിരുന്നു. അപ്പോഴില്ലായിരുന്നു. ഇപ്പം 4.2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇനി അപ്പുറത്തെ നെറ്റ്വർക്കായ 5.1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. അവിടെ നിന്നും റിപ്ലൈ വരുന്നുണ്ട്. കണ്ടോ? ഇനി അതിൻ്റെ എൻഡായ 5.2 പോകുന്നുണ്ടോ നോക്കി. അവിടെ നിന്നും റിപ്ലൈ വരുന്നുണ്ട്. കണ്ടോ? ഇനി നമുക്ക് മൂന്നാമത്തെ നെറ്റ്വർക്കായ 3.2 PCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. ആദ്യം ഒരിക്കൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു റിക്വസ്റ്റ് ടൈം ഔട്ട് ചിലപ്പോൾ കാണിക്കും. പക്ഷേ ഒരിക്കൽ കൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടും. കണ്ടോ? 3.2 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇനി 3.3 കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കി. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ ഒരു റിക്വസ്റ്റ് ടൈം ഔട്ട് കാണിക്കും. പക്ഷേ അപ്പോഴത്തന്നെ എന്ത് ചെയ്യും? റിപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കും. ഒരിക്കൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ഇപ്പോൾ റിപ്ലൈ കിട്ടുന്നുണ്ടോ 3.3 നിന്ന്. ഇനി നമുക്ക് ആദ്യത്തേതിൽ നിന്ന് രണ്ടാമത്തെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 2.2 നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെയും നമുക്ക് രണ്ടാമത്തെ ഡിവൈസ് രണ്ടാമത്തെ നെറ്റ്വർക്കിലെ PCയിൽ നിന്നും റിപ്ലൈ കിട്ടുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇപ്പോൾ ഈ നെറ്റ്വർക്കുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമുക്ക് 3 റൗട്ടറുകളുള്ള 3 നെറ്റ്വർക്കുകൾ നമ്മൾ പരസ്പരം റൗട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള IP കോൺഫിഗർ ചെയ്തിരിക്കുന്ന 3 നെറ്റ്വർക്കുകളെ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ പറ്റി. നമുക്ക് എന്നിട്ട് എൻ്റെ പാത്ത് ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. അതിന് നമ്മൾ ട്രേസ് RT എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കും അല്ലേ. ട്രേസ് RT എന്ത് ചെയ്യും? എന്നിട്ട് നമുക്ക് ഏതിലോട്ടാണോ ട്രേസ് ചെയ്യേണ്ടത് അതിൻ്റെ IP കൊടുത്തു. 192.168. ഞാനിപ്പോൾ 3.3 ആണ് ട്രേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതാ അവിടെ ആ പാത്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം എവിടോട്ട് പോകും? അത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഗേറ്റ് വേയിലോട്ട് പോകും. ഞാൻ 1.2 നിന്നാണ് ട്രേസ് ചെയ്തത്. അപ്പോൾ ആദ്യം 1.1 കണ്ടുപിടിച്ച് പോകും. അവിടെ നിന്ന് 4.2 ഇതിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ റൗട്ടറിലേക്ക് എത്തും. 4.2 അവിടെ നിന്ന് മൂന്നാമത്തെ റൗട്ടറിലെ 5.2 അവിടെ നിന്ന് 3.3 എത്തും. കണ്ടോ? കറക്റ്റായിട്ടുള്ള പാത്ത് നമുക്ക് ട്രേസ് ചെയ്ത് കാണിച്ചു തരും. അപ്പം നമ്മളിപ്പോൾ ഈ മൂന്ന് നെറ്റ്വർക്കുകളും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് ഈ റൗട്ടറുകൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ റൗട്ടറിൻ്റെയും പ്രിവിലേജ് മോഡിൽ പോവും. എന്നിട്ട് റൈറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. അപ്പോൾ ഉണ്ടോ? ബിൽഡിംഗ് കോൺഫിഗറേഷൻ ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ ഇതെന്ത് ചെയ്യും? നമ്മുടെ നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്ത കോൺഫിഗറേഷൻ എന്ത് ചെയ്യും? അതിനകത്ത് റൈറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ റൈറ്റ് ചെയ്ത് വച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റൗട്ടർ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ ഈ കോൺഫിഗറേഷൻ എല്ലാം പോവും. അത് റൈറ്റ് ചെയ്ത് വച്ചില്ലെങ്കിൽ ഈ കോൺഫിഗറേഷൻ എല്ലാം പോവും. അപ്പോൾ നമ്മളിവിടെ 3 റൗട്ടറിൻ്റെയും നമ്മൾ ചെയ്യുന്ന സേവിങ്സ്, നമ്മളൊരു നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ
കോൺഫിഗറേഷൻസ് സേവ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഈ റൗട്ടർ ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും എന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ റൗട്ടർ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാനതൊന്ന് ഓഫ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കണ്ടോ, ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് കാണാം. ഈ റൗട്ടർ ഓഫ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം റെഡ് ആയാണ്ടോ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ റൗട്ടർ ഒന്ന് ഓൺ ചെയ്യുന്നു. ആ റൗട്ടർ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ അത് അപ്പായി വരും. അതിന് ഒരു കുറച്ച് സമയം എടുക്കും അപ്പായി വരുന്നതിനുള്ള സമയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൗട്ടർ ഒന്ന് ഓൺ ചെയ്യുന്നു. ഇപ്പോൾ അത് അപ്പായി വരുന്ന കണ്ടോ, ഇപ്പോൾ അത് ഗ്രീനായി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ റൗട്ടറിൽ നമ്മൾ ചെയ്ത് വച്ചിട്ടുള്ള കോൺഫിഗറേഷനുകളെല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം റൗട്ടറിനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ലേ, റൗട്ടർ ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ അവിടെ പോയി അതിൻ്റെ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എടുത്തുകൊണ്ട് വരും. ആ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷനിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ കോൺഫിഗറേഷൻസും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എടുത്താണ് ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എടുത്തുകൊണ്ട് ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കോൺഫിഗറേഷനുകളും ഇപ്പോൾ അതിൽ കാണും. ഇനി നമുക്കൊന്നുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. ഇതെവിടെ നോക്കി, നമ്മൾ വീണ്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മൾ ട്രേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ട്രേസ് ചെയ്യുമ്പോൾ ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? 3.3 വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയില്ലേ? എന്തുകൊണ്ടാണ് അത്? നമ്മൾ ചെയ്ത കോൺഫിഗറേഷൻസ് നമ്മൾ സേവ് ചെയ്ത് വച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 റൗട്ടറുകളിലും ഇപ്പോൾ ഉള്ള കോൺഫിഗറേഷൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ആ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ ഫയലിൽ പോയി റൈറ്റ് ചെയ്ത് വയ്ക്കും. അതാണ് നമ്മൾ അതിൻ്റെ പ്രിവിലേജ് മോഡിൽ നിന്നുകൊണ്ട് റൈറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻസ് എല്ലാം അതാത് കോൺഫിഗറേഷൻ ഫയലുകളിൽ, സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ ഫയലുകളിൽ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൗട്ടർ ഇനി ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും ആ സ്റ്റാർട്ടപ്പ് കോൺഫിഗറേഷൻ എടുത്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ബൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺഫിഗറേഷൻസിലായിരിക്കും ഇനി ആ റൗട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ചെയ്യേണ്ട 3 റൗട്ടറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിളാക്കി.